12 വർഷം മുമ്പ് ദൃശ്യ അവാർഡ് തുടങ്ങുമ്പോൾ അത് ദൂരദർശൻ മാത്രം സംപ്രേഷണമുള്ള കാലഘട്ടമാണ്. ഏഷ്യാനെറ്റ് നിലവിലുണ്ടെങ്കിലും ഇതുപോലെ വിപുലമായൊരു കേബിൾ സംവിധാനമുണ്ട്. ഇന്നിപ്പോൾ 16 മലയാളം ചാനലുകൾ 24 മണിക്കൂർ സംപ്രേഷണമുള്ള കാലഘട്ടമാണ്. ഈ മാധ്യമത്തിലെ ഇത്രയേറെ കാറ്റഗറികൾ പരിഗണിക്കുകയും അവാർഡിന് അർഹരായ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന മറ്റ് അവാർഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, എല്ലാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വളരെ താല്പര്യത്തോടുകൂടി എൻട്രികൾ അയക്കുന്ന ഒരു അവാർഡും ദൃശ്യ അവാർഡാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വർഷം വിവിധ ചാനലുകളിൽ നിന്നും ഒട്ടേറെ എൻട്രികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവാർഡിന് അർഹരായ എല്ലാവർക്കും അവാർഡ് കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അവാർഡ് കൊടുക്കുന്നവർ അതിന് അർഹതയുള്ളവരായിരിക്കാമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ വിവിധ ചാനലുകളിൽ നിന്ന് ലഭിച്ച എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുത്ത അവാർഡുകൾ ഇവയൊക്കെയാണ്. മികച്ച ഇൻഹൗസ് പരിപാടി സംവിധാനം ഫാദർ റോയ് ജോൺ വേളക്കൊമ്പിൽ, തിരയിട്ടണ്ടൽ ജീവൻ ടി വി. മറ്റ് ഏറെ പരിപാടികളും അദ്ദേഹത്തിൻ്റെതായിട്ട് ജീവൻ ടി വി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ മാധ്യമത്തിലെ മികച്ച അവതാരക മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന വനിത എന്ന പ്രതിദിന പരിപാടിയുടെ അവതാരക ദീപ്തി ശൈലജ. മികച്ച വാർത്താധിഷ്ഠിത പരിപാടി അവതരണം കൈരളി ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഇന്ത്യ ഇൻസൈഡ് എന്ന പരിപാടിയുടെ അവതാരകൻ ശ്രീ പ്രഭാവർമ്മ. ഹാസ്യ പരിപാടി അവതരണം ഏഷ്യാനെറ്റ് പ്ലസ് സംപ്രേഷണം ചെയ്യുന്ന റബ്ബർ ബാൻഡ് എന്ന പരിപാടിയിലെ അവതാരകൻ ശ്രീ താജൻ പള്ളുരുത്തി. മികച്ച വാർത്താ അവതരണം ദൂരദർശൻ വാർത്തകളിലെ ഹേമലത കണ്ണൻ. മികച്ച സംഗീത പരിപാടി അവതരണം ജീവൻ ടി വി സംപ്രേഷണം ചെയ്യുന്ന തിരയിട്ടണ്ടൽ എന്ന പരിപാടിയുടെ അവതാരക അശ്വതി അശോക്. മികച്ച പ്രഭാത പരിപാടി അവതരണം ജയ്ഹിന്ദ് ടി വി സംപ്രേഷണം ചെയ്യുന്ന പ്രഭാത പരിപാടിയായ നമസ്തയിലെ അവതാരക അമൃത സോഹൻ. മികച്ച അന്വേഷണ വാർത്താ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ചാനലിലെ ഐപ്പ് വള്ളിക്കാട്. അദ്ദേഹം സ്വകാര്യ ആശുപത്രികളിലെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിത വിലയെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടാണ് അവാർഡിന് പരിഗണിക്കാനായി തന്നിരുന്നത്. ജീവൻ രക്ഷാ മരുന്നുകൾ അതിൻ്റെ യഥാർത്ഥ വിലയുടെ 3 ഇരട്ടി വരെ വിലയ്ക്ക് വിൽപ്പന ചെയ്തതിനെ പറ്റി ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിരുന്നു അത്. ആ റിപ്പോർട്ടിനാണ് മികച്ച അന്വേഷണ വാർത്താ റിപ്പോർട്ടിന് ശ്രീ ഐപ്പ് വള്ളിക്കാടിന് അംഗീകാരം നൽകുന്നത്. സാമൂഹ്യ പ്രസക്തിയുള്ള നിരവധി റിപ്പോർട്ടുകളാണ് ഇന്ത്യ വിഷനിലെ മാർഷൻ വി സെബാസ്റ്റ്യൻ സമർപ്പിച്ചത്. അതിലെ വളരെ ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ ഒന്ന് ട്രാഫിക് നിയന്ത്രണത്തിലെ അപാകതകൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയുള്ളത്, ടോട്ടൽ യു തട്ടിപ്പിനെ പറ്റിയുള്ള ആദ്യത്തെ ഒരു റിപ്പോർട്ട്. അതുകൂടാതെ നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു നീന്തൽ പരിശീലന കേന്ദ്രത്തെ പറ്റിയുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ അന്തരുടെ അവർക്ക് ആവശ്യമായ അവരുടെ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ അവർക്ക് സർക്കാർ ജോലി ലഭിക്കാത്തതിനെ പറ്റി റിപ്പോർട്ട്. അങ്ങനെ 10ഓളം റിപ്പോർട്ടുകളാണ് മാർഷൽ വി സെബാസ്റ്റ്യൻ്റെതായിട്ട് ഞങ്ങൾ പരിഗണിച്ചത്. മികച്ച സാമൂഹ്യ പ്രസക്ത വാർത്താ റിപ്പോർട്ടിന് ശ്രീ മാർഷൽ വി സെബാസ്റ്റ്യന് ഇന്ത്യ വിഷൻ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകുകയാണ്. മികച്ച വാർത്താ ഛായാഗ്രഹണം അമൃത ടി വിയിലെ CS ബൈജുവിനാണ്. അനാഥ വാർദ്ധക്യത്തെ പറ്റിയും അനധികൃത മാലിന്യ നിക്ഷേപം തുടങ്ങിയ വാർത്താ ചിത്രങ്ങളാണ് ഈ അവാർഡിനെ പരിഗണിക്കപ്പെടുകയും ചെയ്യുകയാണ്. 23-ാം തീയതി ഫൈനാൻസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ ദൃശ്യയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യം, അർഹിക്കുന്നവർക്ക് കൊടുക്കണം. വ്യക്തിബന്ധങ്ങൾക്കോ മറ്റുള്ള ഒരുവിധമായ താല്പര്യങ്ങളോ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല. അർഹിക്കുന്നവരെ കലാകാരന്മാരെ വളർത്തിയെടുക്കണം. അതിലുപരി വേറൊരു കാര്യം ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഒരു അവാർഡ് ദൃശ്യത്തെ കിട്ടിക്കഴിഞ്ഞാൽ നടനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, ഗായകനായിക്കോട്ടെ, അത് റിപ്പീറ്റ് ചെയ്യുന്നതിനോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. കഴിവുള്ളവരും പെൺകുട്ടികളായവർക്ക് കിട്ടാത്തവർക്ക് കൊടുക്കണം.
ഇത് വളരെ ആവശ്യമാണ്. അത് ഈവൻ നാഷണൽ അവാർഡ് പോലുള്ള കാര്യങ്ങൾക്ക് എൻ്റെ മനസ്സ് വ്യക്തിപരമായിട്ട് ഒരിക്കൽ അംഗീകാരം കിട്ടിയ ഒരു വ്യക്തിക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാര്യമാണ്? അടുത്ത